ഹലോ, നമസ്കാരം. റഫീഖ് തോട്ടുമുക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി പഞ്ചായത്തിലെ മേലെ പൊന്നാങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണോ. ഇവിടെ കാട്ടുപന്നീൻ്റെയും അതുപോലെ കാട്ടാനേൻ്റെ ശല്യം കാരണം ഒരുപാട് കർഷകർ ദുരിതത്തിലാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന വന്നിട്ട് ഒരുപാട് കൃഷിനാശം നടത്തിയൊരു ഏരിയയാണ്. അപ്പം അതിൻ്റെ ഒരു വാർത്ത ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ കർഷകരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഈ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചുള്ളത്? ഇത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ട് ജാതി, കവുങ്ങ്, തെങ്ങ്, പിന്നെ കൊക്കോയ്, ഏലം, റബ്ബർത്തയ്യ്, കാർഷിക മുഴുവൻ നശിപ്പിച്ചു. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റേഞ്ചർ ഒന്ന് നോക്കി പോയിട്ടുണ്ട്, അല്ലാതെ യാതൊരു നടപടിയോട് ചെയ്യിച്ചില്ല. ആ സോളാർ ഫെൻസിങ് ആണ് ഫുള്ള് കളഞ്ഞേക്കുക. സ്വന്തമായിട്ടിട്ട സോളാർ ഫെൻസിങ് സർക്കാരിൻ്റെ ഒരു പൈസ പോലും അതിനകത്ത് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി പൊറുക്കി വെക്കും. ഇത് ആന ഇറങ്ങി തിന്നും. വാഗ്ദാനങ്ങളുണ്ടാവും, സംഭവം ഒന്നും നടക്കുകയല്ല. എന്താ പറയാനുള്ളത്? അധികൃതരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പോയ സാധനങ്ങൾ സോളാർ ഫെൻസിങ് പോയിട്ടുണ്ട്, അതിന് എനറൈസർ പോയിട്ടുണ്ട്, ചാർജ് കൺട്രോൾ പോയിട്ടുണ്ട്. ഈ പോയ സാധനങ്ങളെല്ലാം കൂടെ നഷ്ടം കാര്യങ്ങൾ എനിക്ക് തരണം. അടിയന്തരമായിട്ട് സോളാർ ഫെൻസിങ് അതുപോലെ ഈ സാധനങ്ങൾ നന്നാക്കി തരിക, അതുപോലെ എനിക്ക് നഷ്ടപരിഹാരങ്ങൾ അടിയന്തരമായിട്ട് ചെയ്തു തരാൻ വേണ്ടി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ആന ഈ വൈകുന്നേരങ്ങളിൽ കാണാറുണ്ടോ? വൈകുന്നേരം സന്ധ്യ 6 മണിയാകുമ്പോഴത്തേനും ആന ഇറങ്ങും. പിന്നെ നമ്മൾ മുറ്റത്താണ് അടുക്കള വശത്ത് വന്ന് കഴിഞ്ഞ ദിവസം മാവ് കുലുക്കി മാങ്ങ പറിച്ച് അന്ന് കതക് തുറക്കാൻ പറ്റില്ല, പേടിയാണ്. കതക് തുമ്പിക്കൈ നീട്ടിയാൽ നമ്മളെ പിടിക്കുക, അത്രയും അടുത്താണ് ആന വരുന്നത്. പിന്നെ ഉള്ളിടത്തോളം വാഴ മുഴുവൻ നശിപ്പിച്ചു. പിന്നെ ഓരോ മാസം എന്ന് പറഞ്ഞാൽ പടക്കവും കുണ്ടും ഒക്കെ മേടിച്ച് അങ്ങനെ ഒരു സംഖ്യ കളയണം. ഇതിനൊക്കെ നമുക്ക് വരുമാനമില്ല, ഒന്നും ഉണ്ടാക്കി തിന്നാനും പറ്റില്ല. സ്ഥലം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇട്ട് വെച്ച് പോകാനും പറ്റില്ല. ഇതിൽ ആദായം എടുത്ത് വേണമല്ലോ നമുക്ക് കഴിയാനാണ്. എല്ലാം നശിപ്പിച്ച് കളയുക. പന്നിയായിട്ടും ആനയായിട്ടും കുരങ്ങായിട്ടും തെങ്ങയില മുഴുവൻ പിന്നെ കരിക്ക് പറിച്ച് കുരങ്ങ് കളയുന്നു. അങ്ങനെ ആന ഇറങ്ങി അങ്ങനെ നശിപ്പിച്ച് ആനയെ പേടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പന്നിയാണെങ്കിൽ ഒരു സാധനം കപ്പ, ചേമ്പ്, ചേന അത് സാധനം നമുക്ക് തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ശല്യം തന്നെയാണ്. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. ഈ ഏരിയയിൽ എങ്ങനെയാണ് കാട്ടാനശല്യം? എങ്ങനെയാണ് കാട്ടാനശല്യം? അതിരൂക്ഷമാണ്. അത് 1-2 മാസമായിട്ടില്ല, ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് സ്ഥിരമായിട്ട് ഈ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. അതായത് ഈ ഒരു മേഖലയല്ല, ഇതൊന്നും മേലെ പൊന്നാങ്ങ എന്ന് പറഞ്ഞൊരു 1.5-2 കിലോമീറ്ററോളം ഇങ്ങനെ ഫോറസ്റ്റ് സൈഡ് കിടക്കുന്നതാണ്. അപ്പോൾ ആ സൈഡിലെല്ലാം ഒരു സൈഡിൽ നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്ന് അവിടുത്തെ കൃഷി നശിപ്പിക്കുക. അതേപോലെ തന്നെ റോഡ് സൈഡിൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് റോഡ് സൈഡിലേക്ക്, അതായത് ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് മെയിൻ റോഡിൻ്റെ സൈഡ് വക്കത്തേക്കൊക്കെ ആന ഇറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആനേൻ്റെ മുന്നിൽ പെട്ട ഈയിടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശല്യത്തിൻ്റെ എന്താണ് പറയാനുള്ളത് കർഷകർക്ക്? കാട്ടാന സ്ഥിരം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് രാത്രി ഒരു വഴിക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥിതിയാണ്. സന്ധ്യയാകുമ്പോഴേ ആന ഇറങ്ങുന്നുണ്ട്. പിന്നെ സ്ഥിരം ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സാധനം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാട്ടാനേൻ്റെ ശല്യം ഒരു ഭാഗത്ത്, ബാക്കി കാട്ടുമൃഗങ്ങളുടെ ശല്യം വേറൊരു ഭാഗത്ത്. അപ്പം എന്തുകൊണ്ട് ഇവർക്കൊരു കൃഷി ചെയ്യാൻ അതിൻ്റെ ആദായം എടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ സർക്കാരുകളും അധികൃതരും എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട ശാശ്വതമായൊരു നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം സ്വന്തം ചെലവിൽ വെച്ച സോളാർ ഫെൻസിങ് വരെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ആനകൾ. അപ്പം എത്രയും പെട്ടെന്ന് ഈ കർഷകർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചില്ലെങ്കിൽ ഈ കർഷകരുടെ ദുരിത വാർത്തകളേക്ക് നമുക്ക് കേൾക്കേണ്ടി വരിക. അപ്പം ഈ വാർത്തയൊക്കെ കണ്ട് അധികൃതർ ഇടപെടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.